നിങ്ങളുടെ വേദനയിൽ നിങ്ങളെക്കാളും കൂടെ വേദനിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. അത് തിരുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ വേദന അവിടത്തേക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആരോടെങ്കിലും ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. റസൂൽ വിഷമത്തിലാണ്. കാരണം ഉമ്മത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ വിഷമിച്ചതിൻ്റെ പേരിൽ ശിക്ഷക്ക് അർഹനാണ്. അത് ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അവിടത്തേക്ക് അത് സങ്കടമാണ്. അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. ഹബീബിനെ സ്നേഹിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആര് എന്തു ചെയ്താലും ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുക. പറ്റിക്കപ്പെടാൻ വേണ്ടി, ഉപദ്രവിക്കപ്പെടാൻ വേണ്ടി നിന്നു കൊടുക്കണം എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ ഹബീബ് സങ്കടപ്പെടുന്നത് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി ആരെ എതിർത്താലും, ആരെ വിഷമിപ്പിച്ചാലും, ഇയാളും ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണല്ലോ, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ ശിക്ഷക്ക് അർഹനാകുമല്ലോ, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടാക്കുമല്ലോ എന്ന ചിന്തയിൽ ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്നേഹം കിട്ടാൻ അത് കാരണമാകും. കാരണം അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് വിഷമിപ്പിച്ചിട്ടും അങ്ങോട്ട് ഹബീബിനോടുള്ള സ്നേഹം മുൻനിർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അത് പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ സ്നേഹിക്കുകയാണ് നാം ചെയ്യുന്നത്.